ഒരവസ്ഥ. മദ്യം, വ്യഭിചാരം, വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം പഴക്കം ചെന്ന പകയും വിദ്വേഷവും. ഔസ് ഖസ്റജ് തമ്മിൽ 120 വർഷം തുടർച്ചയായി യുദ്ധം നടന്നു. ഒരു ഗോത്രക്കാരന്റെ ഒട്ടകം മറ്റൊരു ഗോത്രക്കാരന്റെ കുളത്തു നിന്ന് അല്പം വെള്ളം കുടിച്ചു എന്ന കാരണത്താൽ അവർക്ക് വിദ്വേഷമുണ്ടായി. അത് പകയായി അവശേഷിച്ചു. അവർ അവരുടെ സന്തതികൾക്ക് അത് കൈമാറി. യുദ്ധം നിലനിന്ന് 120 വർഷം തുടർച്ചയായ യുദ്ധം. ഈ ദുരവസ്ഥകളിൽ നിന്നെല്ലാം മോചനം ലഭിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അവർ സഹവസിച്ചപ്പോൾ മാത്രമാണ്. ഈ കൊടും ക്രൂരതകളെല്ലാം, ഈ അരുതായ്മകളെല്ലാം അള്ളാഹു മേലെ നിന്ന് നോക്കിക്കാണുകയായിരുന്നു. എന്തുകൊണ്ട് അള്ളാഹു അതിന് അറുതി വരുത്തിയില്ല? മനുഷ്യൻ നന്നാകാൻ, ആത്മസംസ്കരണം ഉണ്ടാകാൻ, മനസ്സ് വൃത്തിയാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പണ്ട് മുതൽക്ക് സ്വീകരിച്ചു വരുന്ന രീതി. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിന്റെ ചര്യക്ക് മാറ്റമില്ലെന്ന് പറഞ്ഞ അലംഘനീയമായ രീതി ഏതെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ സമീപസ്ഥനായ സ്വന്തക്കാരനായ ഒരാളുടെ കീഴിൽ നന്നാകാനുള്ള ആഗ്രഹവുമായി ഒരു ജനത സംഗമിക്കുന്നോ ആ ജനത നന്നാവും. അതല്ലാതെ എത്ര തന്നെ ദുഷ്കരമായ പ്രവർത്തനങ്ങൾ നടത്തിയാലും, ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം നീണ്ടുനിന്ന വാഴ് പരമ്പരകൾ നടത്തിയാലും, പാതിരാ പ്രാർത്ഥനകൾ നാം എത്ര തന്നെ നടത്തിയാലും എല്ലാം പ്രയോജനപ്രദമാണ് അടിസ്ഥാനശിലയായ ഇതുണ്ടെങ്കിൽ. ഇതില്ലാതെ അതുകൊണ്ടൊന്നും മനസ്സ് നന്നാവുകയോ ആത്മീയമായി ഉത്കൃഷ്ടരാവുകയോ ചെയ്യുകയില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ ചരിത്ര സത്യങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം അള്ളാഹു നോക്കിക്കാണുകയായിരുന്നു. ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്ന ചെറിയ പെൺകുട്ടികളുടെ ദീനരോധനങ്ങൾ അള്ളാഹു കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അള്ളാഹു നടപടി സ്വീകരിച്ചില്ല? അള്ളാഹു സമ്മതം നൽകി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ആദ്യം പരിചയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആകൃഷ്ടരായി, തങ്ങളെ അതിയായി സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ അവർ തയ്യാറായി. ആ സ്നേഹബന്ധത്തിലൂടെ അവരുടെ പഴകിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിംബാരാധന അവർ പിഴുതുമാറ്റി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരസ്പര വിദ്വേഷം, കണ്ടാൽ കൊല്ലണമെന്ന ആ ആഗ്രഹം, കണ്ടാൽ അണച്ചു പിടിച്ചുമ്മ വെക്കണമെന്ന സ്നേഹത്തിന്റെ മറ്റൊരു പ്രതീകമായ മറ്റൊന്നിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇതെല്ലാം മറ്റൊന്നുകൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ നിന്നുകൊണ്ടുള്ള ആ തർബിയത്ത്, ആ സംസ്കരണ പ്രക്രിയ, അതിലൂടെ മാത്രമാണ് അവർക്ക് നന്നാകാനായത്. ഇത് സഹോദരങ്ങളെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ചര്യയാണ് അള്ളാഹുവിന്റെ സുന്നത്താണ്. ആ സുന്നത്തായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. മഹാനായ ആലിം സിയാർ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയൊക്കെ കാലത്ത് ആ വസ്തുത മനസ്സിലാക്കിയവരായിരുന്നു. അതുവരെ ഇവിടെ നിലനിന്നിരുന്ന സംസ്കാരം അതായിരുന്നു. മഹാനായ ശൈഖുന ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. لا